നടയെ നിർത്തി പൊരിച്ചളൻ. കളി നമ്മളെ തട്ടാണ്. ഇല്ലേ എന്തിനാ തിരക്കാ? എടി ഹൈമതി ഷോ കാണിച്ചു തുടങ്ങി. ഞാൻ അപ്പുറത്ത് ചെന്ന് ഞാൻ പോയിട്ടാണ് ഷോ കാണിച്ചെന്നാ. എടി നമ്മളെ കാര്യം ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോ കാണിക്കണ്ടേ? കൊടുത്തേ പത്ത് കൊടുത്ത് നീ കഴിച്ചിട്ട് പടി. അപ്പോൾ എന്നെ കുറ്റം പറയണ. പിന്നെ ഒരുത്തരം ഇവിടെ വന്ന് വിലസൂല. നമ്മളെ കാര്യമാണത്. ഒരു ഹൈമതിയിലെ ഒരുത്തരമില്ല. ആ നീ പടി. ഒരിക്കൂടെ പോയിട്ട് വട്ടാ. ഒന്നും കൂടെ പോണ്ട, അവിടെ ഇരിച്ചാ. ആ അങ്ങനെ അവിടെ ഒരിക്കലും പോയിട്ട് തൊട്ട് ഇപ്പൊ അപ്പുറത്തോട്ട് പോയിട്ട് വന്നല്ലേ ഉള്ളൂ. നീ പോച്ചവിടെ പോയിട്ട് വരാം. എവിടെ പോവാ? എന്തിന്? ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വന്നേലേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കണേ? അവിടെ പോയിരുന്നേ ശല്യമായല്ലേ? ആ ശല്യമായിട്ട് തോന്നും. ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കില്ല, ആലോചിച്ചിട്ട് ഒരു അന്തം കിട്ടില്ല. ഇവിടെ വന്ന് വീട് വാങ്ങിച്ചളഞ്ഞു. ഏതെങ്കിലും പാവപ്പെട്ട ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ അവരുടെ മനസ്സമാനായിട്ട് ജീവിക്കായിരുന്നു. അവന് പറ്റിയ പറ്റേ. ബാലുച്ചനൊരു കാര്യം ചെയ്യണം മോനെ, ഒരു കൊച്ചിനെ കൂടെ ഒന്ന് നോക്കണം. പാവപ്പെട്ടാരെങ്കിലും മതി. കണ്ടാ പറഞ്ഞിഷ്ടപ്പെട്ടില്ല. വീട്ടുകാരെ കാണിക്കണ ഒരു കുറ്റമില്ല നമുക്ക്. ബാലുച്ച വെറുതെ എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞോണ്ടിരിക്കില്ല കേട്ടോ. അപ്പൊ പിന്നെ നിന്റെ വീട്ടുകാരെ എപ്പോഴും ഞാൻ നല്ലത് പറഞ്ഞോണ്ടിരിക്കാം. എന്താ ഈ കൊച്ചായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എന്താ വെച്ചാ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ബാക്കി വരുന്ന വെച്ച് കാണാം. മക്കളെ ഇതെന്തോ പ്ലാനിങ് ആണ്. ബാലുവിനെ കളി പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കളി എന്താണെന്ന് ബാലു കാണിച്ചു കൊടുക്കാം. ബാലുച്ചന്റെ കളിയൊന്നും അവിടെ ചെലവാകത്തില്ല. മിണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കൂടുതൽ കളിച്ചാലേ ഈ വീടിന്റെ ഹൗസ് ഓണറെ കണ്ടുപിടിച്ചിട്ട് മമ്മി ഈ വീടും വാങ്ങും. അത്രക്കിരിക്കുന്ന അഹന്ത. ആ പൈസ ഉള്ളവരല്ലേ, കുറച്ച് അഹന്ത ഒക്കെ കാണും. ഞാൻ കയറിപ്പോ ബാലുച്ച പക്ഷെ മിണ്ടായിരിക്കണം. എന്റെ വീട്ടിൽ ഞാൻ മിണ്ടായിരിക്കണോ? പിന്നെ എന്നെ എന്റെ വീട്ടിനെ പറഞ്ഞ് ഞാൻ കേട്ടോണ്ടിരിക്കണോ? വേണ്ട, കേട്ടോണ്ടിരിക്കണ്ട. താനും കൂടെ ബഹളം ഉണ്ടാക്ക്. എടോ അച്ഛൻ ഇങ്ങനെയാണ്, ചെറിയൊരു വിഷയം കിട്ടി കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഇത്രയും വലിയ വിഷയം കിട്ടി കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കാതിരിക്കുവോ? എടോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംസാരിച്ച് അതങ്ങ് തണുത്തോളും. വെറുതെ വിട്. സംസാരിക്കുമ്പോ തണുക്കുമെന്നാ? അങ്ങനെ ഞാൻ തണുക്കൂല. ഒന്നീ കാര്യമില്ല അവര്, അല്ലെങ്കിൽ ഞാൻ രണ്ടിലും ഒന്നേ ഇവിടെ പാടുള്ളൂ. അച്ഛാ വെറുതെ അവരെ പ്രവോക്ക് ചെയ്താണ്ടല്ലോ അച്ഛൻ ഈ ഭൂമിയിലേ കാണൂല. ചത്താലും കുഴപ്പമില്ല, ഞാൻ പക്ഷെ അവർ വെറുതെ വിടും. മക്കളെ അച്ഛനെന്തെങ്കിലും പറ്റിയ ഈ കൊച്ചിന്റെ പപ്പയും മമ്മിയും വെറുതെ വിടും. കാറ് കൊണ്ടിരിക്കാൻ നോക്കിയപ്പോഴേ കഷ്ടിച്ചാണ് ഇഷ്ടപ്പെട്ടത്. ജീവനോടിരിക്കണ ആരെ ഭാഗ്യം. എന്റെ ഭാഗ്യം. ദൈവമേ, ചുമ്മാ അല്ല എന്റെ വീട്ടുകാര് പറഞ്ഞത് ലോക്കലാ പറഞ്ഞേട്ടാ നമ്മൾ ലോക്കലാണെന്ന്. ഞാൻ കാര്യം പറയാം, മേലെ ഈ കൊച്ചിന്റെ അടുത്ത് മിണ്ടാൻ വരുന്നത്. നമ്മളുള്ള ബന്ധം ഇതോടെ അവസാനിച്ചു ആണല്ലോ. സന്തോഷം. ബന്ധമില്ലാത്ത സ്ഥിതിക്ക് എന്നെ എന്റെ വീട്ടുകാരെ ഒന്നും പറഞ്ഞേക്കരുത്. എന്താണ് പറയാൻ? ഒന്ന് പോവച്ചേ. എന്റെ പൊന്നു തീയ ഒന്ന് കേറിപ്പോ. സംസാരിക്കാൻ നിന്നാ പ്രശ്നമാവും. നീ എന്താണ് സംസാരിക്കാൻ? ചേച്ചേ ഈ കൊച്ചിനടുത്ത് പറ, മേലാൽ ഇനി എന്റെ അടുത്ത് സംസാരിക്കാൻ പറയുന്നത്. പിന്നെ എനിക്ക് സംസാരിക്കാൻ അങ്ങ് മുട്ടിയിരിക്കും. ചുമ്മാ കൊച്ചിനെ കിടന്ന് വിളിക്കാടി, അത് കാര്യമില്ല പറയുന്നത്. അവിടെ പോവാനും പറ്റില്ല. ഹലോ ബാലു, എന്ത് എന്ത്? അല്ല അതിനെ ഞാൻ ചോദിക്കുന്നു. എന്ത്? ഞാൻ എന്റെ പറമ്പിലല്ലേ നിൽക്കണം. എന്ത്? കുറച്ച് നേരമായി ശ്രദ്ധിക്കുന്നു, ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. എന്താന്ന്? ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് നോക്കും. അത് തനിക്കെന്ത്? ഇങ്ങോട്ട് നോക്കണ്ട. ഇയാൾ ഇങ്ങോട്ട് നോക്കണ്ടല്ലോ എന്നെ കാണുന്നത്. പറഞ്ഞ ഇയാളെന്തിന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇയാളുടെ അടുത്ത് സംസാരിച്ച് ശരിയാവില്ലല്ലോ. ഹൈ ഹൈ വന്നേ. നിങ്ങൾ എന്തിനു വെറുതെ അവരെ വിളിച്ചു വരുന്നത്? എന്താ ചുമ്മാ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ. 2-3 പ്രാവശ്യം ഭയങ്കര ഡിസ്റ്റർബൻസ്. എന്താ എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലേ? അത് ശരി, ഇപ്പൊ കുറ്റക്കാരൻ ഞങ്ങളായ? ഇല്ല, കുറ്റങ്ങൾ മുഴുവൻ ഞങ്ങളത്. വെറുതെ നിങ്ങൾ ഇങ്ങോട്ട് കൊമ്പോർക്കം വരല്ലേ, കൊമ്പനോ കുടിച്ചോളൂ. പിന്നെ കൊമ്പടിക്ക് കാറൊക്കെ നിരത്തിയിട്ടൊക്കെയല്ലേ ആൾക്കാരടിച്ച് കളിക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ വേറൊരു കാർ ഉണ്ടായിരുന്നല്ലോ, ഗോൾഡൻ ബൗൾഡ്. എന്തായിക്കോട്ടെ, അതെവിടെ? ഏത് കാറ്? എന്താ ഇയാള് പറയുന്നത്? ഒളിപ്പിച്ചേട്ടാ. തമ്പി, അച്ഛനെ വിളിച്ചോണ്ട് പോ. പരസ്പര ബന്ധമില്ല എന്തെല്ലാം ഒപ്പിച്ചും പറയുന്നുണ്ട്. ഇപ്പൊ കൊണ്ടുപോയാ രക്ഷപ്പെടുത്തി എടുക്കാം. ഭർത്താവിനെ കൊണ്ടുപോവാ, ഓളെ വേണ്ടി നിൽക്കല്ലേ. ഇപ്പൊ കൊണ്ടുപോയാ രക്ഷപ്പെടുത്തിയേക്കാൻ പറ്റൂല. മിസ്റ്റർ ബാലു, താൻ എന്റെ ഭർത്താവിനെ എന്റെ ഉപദേശം ഒന്നും പറയരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ അച്ഛനെ ഒന്നും പറയല്ലേ, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അച്ഛനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ.
അതെ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ വീടെടുത്ത് ഇവിടെ താമസിക്കണേ. അയ്യോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അലപ്പറ കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. പണക്കാരല്ലേ പണക്കാരി. ബോഡി നിന്റെ ഭർത്താവിന്റെ ആൾക്കാരെ ഭാര്യ വിളിച്ചോണ്ട് അകത്ത് പോയി. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് ഞങ്ങളോട് മുകളിൽ പോകാനാ. പപ്പ ഇത് കയറിപ്പോയെ. യു ഗോ ഇൻസൈഡ്. യു ഗോ ഇൻസൈഡ്. യു ഇൻസൈഡ് ഗോ. കറക്റ്റ്. ആ ഹൈമ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ വീട് വാങ്ങണ്ടെന്ന്. വീട് വാങ്ങാൻ ഐഡിയ നിങ്ങൾ എന്നോട് പറഞ്ഞത്. നീയല്ലേ നിർബന്ധിച്ചത്? കുറ്റി വേണ്ട അലക്കിട്ടായി. അതെ 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 നാട്ടുകാരാണ് നാണക്കേട. ഒന്ന് കേറി പോവോ അച്ഛൻ? ഒന്ന് വന്നേ അച്ഛാ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. മിസ്റ്റർ ബാലു, നിങ്ങൾക്ക് ഇത് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ സൊസൈറ്റി ഞങ്ങൾക്ക് നിലവിലുണ്ട്. ഞങ്ങൾക്ക് ഇതാണ് നാണക്കേടാ. ആ സൊസൈറ്റിയുടെ മുമ്പിൽ ഞങ്ങൾ കുറച്ച് പ്രശ്നക്കാരാണ്. അതെ, പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളും പുറകിലല്ല. അയ്യോ അത് കണ്ടാ അറിയാം. അതെ മിസ്റ്റർ ബാലു, ഹൈമ സംസാരിക്കട്ടെ. എന്റെ ഗ്രാൻഡ് പേക്ക് മലയോര പ്രദേശത്ത് പ്ലാന്റേഷൻ തുടങ്ങിയതേ ഫോറസ്റ്റ് വെട്ടിപ്പിടിച്ചിട്ടാ. കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയും എതിർക്കാമെന്ന ചാവട്ടിത്താഴത്തിന് എല്ലാം നേടിയത്. കോടിക്കണക്കിന് രൂപയുടെ ചന്ദനമുട്ടിയും ആനക്കൊമ്പൊക്കെ ഇപ്പോഴെ കിടപ്പുണ്ട് തറവാട്ടില്. ആന പെണ്ടായിരിക്കും. എന്താ പറഞ്ഞത്? ആന പെണ്ടോന്നാ? ഈ തറവാട് എവിടെയാണ്? അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് വേണം? ഫോറസ്റ്റിൽ വിവരം അറിയിച്ച് എല്ലാത്തിനും അകത്താക്കും കള്ളക്കൂട്ടങ്ങൾ. തറവാട് പൊളിഞ്ഞ് ചന്ദനമുട്ടേക്ക് നമ്മൾ കത്തിച്ച് ആനക്കൊമ്പ് ആരൊക്കെയോ കൊണ്ടുപോയി. മിസ്റ്റർ രാംകുമാർ, നിയമത്തിന് മുന്നിൽ കള്ളം പറയരുത്. യു ആർ ലയർ. ഈ അലമ്പ് കൂട്ടകളുടെ അടുത്ത് എന്തിനാണെന്ന് വെറുതെ വഴക്കെടുത്ത്? മക്കളെ കാറിൽ കല്ലെടുത്തറിയല്ലേ? അതിന് കല്ലെവിടെ? കല്ലിലായിരിക്കും. മാറു വെറുതെ മാറു. അച്ഛാ ഈ ആനക്കൊമ്പും ചന്ദ്രമുട്ടിയൊക്കെ മോഷ്ടിക്കണ ഈ വീരപ്പന്റെ കുടുംബക്കാരോട് നമ്മളെന്ത് സംസാരിക്കണേ? തമ്പി നിന്നെ എടുത്തോ കേട്ടോ. ആ, എന്നാ വാ, വന്നെടുത്തോ. ബാലുച്ചൻ ഇങ്ങോട്ട് വന്നേ വന്നേ. നിന്റെ അച്ഛൻ തോന്നിക്കണം. അയാളെ പോയി പിടി. അച്ഛൻ നടന്നേ അച്ഛാ. വാടോടുന്നു വാക്കുരിയായിട്ടൊന്നും പറഞ്ഞില്ല. പോ നടക്ക്. തറവാട്ടിലെ പഴയ ആനക്കൊമ്പ ചന്ദനമുട്ടി മാത്രമല്ല ഇരിക്കുന്നത്, പഴയ തോക്കും ഇരിപ്പുണ്ട്. എടുത്തോണ്ടൊന്ന് ലോഡ് ചെയ്ത് അങ്ങനെ നെഞ്ചിൽ വെച്ചോട്ട് ഒരു ശല്യം കൊള്ളാവല്ലോ. ഇത് വാ, പഠിച്ചോ.